ഈ റോഡ് റൂൾസിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താ അവിടെ? അറിഞ്ഞൂടാത്തതുകൊണ്ട്. സിമ്പിൾ. ഡ്രൈവിംഗ് സ്കൂളിൽ 7-8 വർഷമായിട്ട് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നവർ വന്നിട്ടുണ്ട്. അവർക്ക് റോഡ് മാർക്കിംഗ് എന്താണെന്ന് അറിയില്ല, റോഡ് സയൻസ് എന്താണെന്ന് അറിയില്ല. അതിശയിച്ചു പോയി. ലൈക്ക് ഇത്രയും വർഷമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർക്ക് ഏറ്റവും ബേസിക് റൂൾസ് അറിയില്ല. സ്റ്റാൻഡേർഡൈസ്ഡ് ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ ഡ്രൈവ് ചെയ്യുള്ളൂ. കലയല്ല ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മളെല്ലാവരും പറയാറുണ്ട് അല്ലേ, ഡ്രൈവിംഗ് കലയാണ്. കലയല്ല ആക്ച്വലി. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്, പ്രോസസ്സാണ്. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് എങ്കിലും ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ 60% ആൾക്കാർ ലൈസൻസ് ഹോൾഡേഴ്സ് ടെസ്റ്റ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. ചിലർ ഈ ഹാൻഡ്സുകൾ കാണിക്കാൻ കൈയെടുക്കാവും, ബാലൻസ് കയറ്റി പോസ്റ്റിൽ മതിലൊക്കെ ഇടിച്ച് കയറ്റുന്നവരുണ്ട്. പക്ഷെ അവർ പാസ്സാവും. സിഗ്നൽ മാത്രമേ ഉള്ളൂ. സിഗ്നലാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കൈക്കൂലി കൊടുത്ത് ലൈസൻസ് വാങ്ങി തരുമെന്ന് ചോദിക്കും. എന്നുവെച്ചാൽ അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമില്ല. എയർ ബാഗ് 300-350 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം നമ്മളെ വാച്ച് ഇങ്ങനെ ഒന്ന് അടിക്കുകയാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ചിലപ്പം ഒരു മൈനർ ആക്സിഡൻറ്റ് ഒരു ഫാറ്റൽ ആക്സിഡൻ്റായി മാറാം. അപ്പോൾ എനിക്കും നോർമലി എല്ലാവരെയും പോലെ അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ അടിപൊളി ഡ്രൈവറാണ്. പക്ഷേ ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു. 2 കാര്യങ്ങൾ പറയാം. വിചാരിച്ച് വെച്ചിരുന്നു. ഒന്ന്, ഇപ്പോൾ നമ്മളിവിടെ കൂടെ ഡ്രൈവിംഗ് സ്കൂൾസിൻ്റെ വണ്ടി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ വളവ് എത്തുമ്പോഴും ട്രെയിനർ കയറി ഇങ്ങനെ പിടിക്കും. അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ ലേണറിന് കോൺഫിഡൻസ് വരില്ല. അവർ ഞാനാണോ തിരിക്കുന്നത് അയാളാണോ തിരിക്കുന്നത്. വണ്ടിയുടെ വിൻഷീൽഡിൻ്റെ പുറത്ത് ഫോഗ് വരുന്നു. വൈപ്പർ ഇടുമ്പോൾ പോവും, വീണ്ടും വരും, വൈപ്പർ ഇടുമ്പോൾ പോവും, വീണ്ടും വരും. ആക്ച്വലി എനിക്കതിന് ഉത്തരം അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സിലബസിൽ ഏറ്റവും ലാസ്റ്റാണ് ഈ ഹൈവേ ക്രൂസിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉള്ളത്. ഹൈവേയിൽ ഓടിക്കണമെങ്കിൽ അത്ര നല്ലൊരു ഡ്രൈവർ ആയതിനു ശേഷം അവനെ ഹൈവേയിൽ കൊണ്ട് കയറ്റുള്ളൂ. കാരണം ഹൈവേസിലാണ് ഫാറ്റൽ ആക്സിഡൻസ് കൂടുതലുണ്ടാകുന്നത്. അഡാസ് നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നല്ല റോഡ് വേണം. ഇന്ത്യയിലെ ഒരു 4% റോഡിൽ മാത്രമേ ഈ അഡാസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ.